പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനവകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ ഏജൻസിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. 1999 നവംബർ 11 രൂപം കൊണ്ട കിഫ്ബി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് സജീവമാകുന്നത് 2016 ശേഷം LDF സർക്കാരിന്റെ കാലത്താണ്. 50,000 കോടിയുടെ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് ലക്ഷ്യമിട്ട് വിപുലമാക്കിയ പദ്ധതിക്കെതിരെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും നിരന്തരം വാർത്തകൾ പടച്ചുവിടുകയായിരുന്നു. പ്രതീക്ഷ ഉയർത്തിയ പ്രഖ്യാപനങ്ങളുമായി പുനരവതരിച്ച കിഫ്ബി അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനാകാതെ പരാജയപ്പെടുകയാണ്. കിഫ്ബി തന്നെ അപ്രസക്തമാവുകയാണ്. ഈ 10-12 പദ്ധതികളിലൂടെ 1000-ലേറെ കോടി രൂപയുടെ ക്രമക്കേടുകളാണ് സത്യത്തിൽ നടന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്, ഏറ്റവും വലിയ ശാസ്ത്രീയമായ അഴിമതിയാണ്. ഇതാണ് സുതാര്യത, കിഫ്ബിയിലെ സുതാര്യത. ഇതല്ലേ ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇപ്പോൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ, ഏതൊക്കെ പദ്ധതികൾ നന്നായി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്. കിഫ്ബിക്കെതിരെ ED അന്വേഷണം നടത്തുന്നതായി കേന്ദ്ര സർക്കാർ 250 കോടി യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. കാരണം കിഫ്ബി ഇപ്പോ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല, കാരണം വെന്റിലേറ്ററിലാണ്. എന്നാൽ 9 വർഷം കൊണ്ട് ലക്ഷ്യത്തിനുമപ്പുറം 90,562 കോടിയുടെ 1,190 പദ്ധതികൾ ഏറ്റെടുക്കുകയും 21,881 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. നമുക്ക് വലിയൊരു കുറവുണ്ടായിരുന്നത് സാമ്പത്തിക രംഗത്താണ്. നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല. ആവശ്യങ്ങൾ നിരവധിയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം ബജറ്റ് വഴി കണ്ടെത്താനാകില്ല. അവിടെയാണ് നാം പുതിയ മാർഗം തേടിയത്. അതാണ് കിഫ്ബി. ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടി രൂപയാണ് പ്രാദേശികമായിട്ടുള്ള റോഡ് വികസനത്തിനടക്കം. ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. അതിൽ 6,300 കോടി രൂപ എന്ന് പറയുന്നത് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതാണ്. രാജ്യത്തൊരേ ഒരു സംസ്ഥാനമാണ് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് പൈസ കൊടുത്തിട്ടുള്ളത്. അത് കേരളം മാത്രമാണ്. 50,000 കോടി രൂപയുടെ പ്രവർത്തികൾ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു കിഫ്ബി വരുമ്പോൾ കണക്കാക്കിയത്. പക്ഷേ 2021 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. ഇപ്പൊ പിന്നീട് 3.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ 90,000 കോടി രൂപയാണ്. കിഫ്ബി ചിറകിലേറി ആരോഗ്യവകുപ്പിന്റെ കുതിപ്പ്. പൊട്ടിപ്പൊളിഞ്ഞ തറകളും ചോർന്നൊലിക്കുന്ന വാർഡുകളും ദുർഗന്ധം വമിക്കുന്ന ഇടനാഴികളും ഇനി പഴങ്കഥ. സംസ്ഥാനത്തുടനീളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജനറൽ ആശുപത്രികൾ വരെ, ക്യാൻസർ കെയർ സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മുഖം മാറുകയാണ്. കിഫ്ബിയിലൂടെ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ സാധ്യമായിട്ടുള്ളത്. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനായി നിർണായക മുന്നേറ്റത്തിൽ 25 പ്രവർത്തന വർഷങ്ങളാണ് കിഫ്ബി പൂർത്തിയാക്കിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലകളായ പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലായിടത്തും കിഫ്ബിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നത് സർക്കാരിന് അഭിമാന നേട്ടമാണ്. ദേശീയപാതയ്ക്കും വ്യാവസായിക ആവശ്യത്തിനുമുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33,388 കോടി രൂപ കിഫ്ബി ഇതിനോടകം സംസ്ഥാനത്ത് ചെലവഴിച്ചു കഴിഞ്ഞു. 27,273 കോടിയുടെ പദ്ധതികളുടെ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് എവിടെ തിരിഞ്ഞു നോക്കിയാലും മികച്ച സ്കൂൾ, ആശുപത്രി, റോഡ്, ആകാശപാത ഇങ്ങനെ പല രൂപത്തിലും കിഫ്ബിയുടെ സാക്ഷ്യപത്രം കാണാനാകും. പതിറ്റാണ്ടുകൾ കാത്തു നിൽക്കാതെ അത്യന്താപേക്ഷിതമായ പശ്ചാത്തല സൗകര്യം ഉടൻ സൃഷ്ടിക്കുക എന്ന തത്വമാണ് കിഫ്ബിയുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെയും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന മാധ്യമങ്ങളുടെയും ദുഷ്പ്രചാരണങ്ങളെല്ലാം മറികടന്ന് സംസ്ഥാന വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നതും പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കുന്നതും കിഫ്ബിയുടെ പങ്ക് വളരെ വലുതാണ്.